നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്തേക്കല്ലേ ഓയിൽ നോക്കുക. ആ സമയത്ത് ഓയിൽ തീർന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ആവണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കി. ഒട്ടും ഓയിൽ ചേർക്കാതെ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം. ഒരു 5-6 ചെറിയുള്ളി ഇട്ടെടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ഇട്ടെടുക്കാം. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനാപ്പറങ്കി ആട്ടോ എടുത്തിട്ടുള്ളത്. ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ഇട്ടെടുക്കാം. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുരുമുളക് ഇട്ടെടുക്കാം. മീനിന് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് സുർക്ക കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചെടുത്തോട്ടെ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒട്ടും എണ്ണ ഒന്നും ചേർക്കാതെ ഇട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാനിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ വട്ടത്തിലൊരു വാഴയില വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മീൻ ഓരോന്നായിട്ട് വെച്ചെടുക്കാം. എണ്ണ ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കാം. ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് അടി പിടിക്കൂല. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒരു വാഴയിലയും കൂടെ വെച്ചെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ. കാരണം നമ്മൾ ഒട്ടും എണ്ണ ചേർക്കാതെ ആണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇലയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മീനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടിഭാഗമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് അടിഭാഗമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടാട്ടോ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വാഴയില വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ. നമ്മൾ ഇലയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആട്ടത്തിന് കിട്ടുക. ഇലൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ അതിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇല വെക്കാതെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ അത് 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം.
അപ്പോൾ ഇതാ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തിരിച്ചും മറിച്ചൊന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കഴിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഒട്ടും ഓയിൽ ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.